ഹലോ എവ്രി വൺ വെൽക്കം ടു ഡേ 2 ഓഫ് അവർ വിയറ്റ്നാം ട്രിപ്പ്. ഇന്നത്തെ നമ്മുടെ ഐറ്റിനറിയിലുള്ളത് ഹെലോങ് ബേ മാത്രമാണ്. ഫുൾ ഡേ ഉണ്ട്. രാവിലെ തന്നെ ബസ്സൊക്കെ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് വരും. ആൻഡ് ദിസ് ഇസ് അവർ ഗൈഡ്. ഹി വാസ് എ വെരി ക്യൂട്ട് ഫെല്ലോ. ബേയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഹെലോങ് പേൾ ഫാം ആണ് ഓൺ ദ വേ. അപ്പോൾ നേരത്തെ ഈ ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഓയിസ്റ്റർ തുറക്കും, എന്നിട്ട് ഈ ഒരു പേൾ ഉണ്ടല്ലോ, ഈ കളർ പേള് അവർ ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ടൊരു 2 years വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഷൈനി ആയിട്ടുള്ള പേള് ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇത് 2 വർഷമായിട്ട് ഇവരിങ്ങനെ പേള് വെച്ചിട്ട് ഇപ്പം പുറത്തേക്ക് എടുത്ത പേളാണ് ഈ കാണിക്കുന്നത്. വിയറ്റ്നാം സോവിനിയേഴ്സ് പോലെ ഇവിടെ അവരുടെ ആ ഓയിസ്റ്റേഴ്സിന് എടുത്ത പേൾസ് വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സും പിന്നെ ഇവിടെ അവരുണ്ടാക്കിയേക്കുന്ന സെറാമിക് പോട്ട്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ദിസ് ഇസ് മെയ്ഡ് ഫ്രം കോക്കനട്ട് ആണോ എനിക്കറിയില്ല. മേ ബി ഇറ്റ്സ് ഫ്രം കോക്കനട്ട്. ഇതിന് പക്ഷേ ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. നമ്മൾ ലൈക്ക് കഴിഞ്ഞ ദിവസം കണ്ട പോലെയല്ല, കുറച്ചും കൂടി എക്സ്പെൻസീവ് സൈഡിലോട്ടാണ് ഇവിടെ വരുന്നത്. സൂനിയർ ഷോപ്പ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ. ആൻഡ് ഇത് ഇവിടുത്തെ പ്ലേറ്റാണ്. അപ്പോൾ വിയറ്റ്നാമിൽ നമ്മൾ മിക്ക ഡിസൈൻസും കാണുമ്പോൾ ഡ്രാഗൺ ഫ്ലൈൻ്റെ ഡിസൈൻ കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്രാഗൺ ഫ്ലൈ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും റൈസ് കൾട്ടിവേഷനാണ്. വിയറ്റ്നാമിലെ ആൾക്കാർ കൂടുതലും റൈസാണ് കഴിക്കുന്നത്. അപ്പോൾ റൈസ് കൾട്ടിവേഷൻ ആയതുകൊണ്ട് അവിടെ കുറേ ഉള്ളതാണ് ഈ ഡ്രാഗൺ ഫ്ലൈസ്. അതുകൊണ്ടാണ് അത് ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രാഗൺ ഫ്ലൈയുടെ ഇമേജ് കൊടുത്തേക്കുന്നത്. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ഷാംപൂ പ്രോഡക്ട്സും പിന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരിടുന്ന ക്ലോത്ത്സ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ നോക്കാം, ഇവരുടെ കോഫി ടീ ഒക്കെ. അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ കോഫി ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കോഫി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ അത് കുടിച്ചിട്ട് കാര്യമുള്ളൂ. അതർവൈസ് അത് ശരിക്കും 2 കോഫി കുടിച്ചു കഴിഞ്ഞാൽ നല്ലോണം കിക്കാവാൻ സാധ്യതയുണ്ട്. ആൽക്കഹോൾ കുടിക്കണതിൻ്റെ തുല്യമാവും ഇവിടുത്തെ കോഫി. അത്രയും സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. ജസ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെ ആരും വിയറ്റ്നാമിലേക്ക് ഈ ഒരു സമയത്ത് വരരുത്. ഞങ്ങൾ ചീപ്പൊക്കെ നോക്കിയിട്ട് വന്നതാണ്. ബട്ട് നല്ല ചൂടാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ഫാനൊക്കെ ഇട്ട് നടക്കുന്നത്. ഭയങ്കര ചൂടാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഹ്യൂമിഡാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്ര ചൂട് തോന്നിക്കില്ലെങ്കിലും ജപ്പാനിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ നല്ല ചൂട് തോന്നിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഉള്ളിൽ പോകാം നമുക്ക്. നമ്മളിപ്പോൾ ഹാർബറിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ക്രൂസ് ബോർഡ് ചെയ്യാൻ പോണത്. നേരത്തെ ഞാൻ കാണിച്ച വിഷ്വലിൽ കാണുന്നത് നമ്മുടെ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ആളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് നമുക്ക് വേണ്ടി. Over there, and when we get on the boat, can you please give me back the ticket? I will keep the ticket for you. Before you have lunch, can I have 1 minute to talk about myself or our boat? My name Chuang, C-H-U-O-N-G. Or you can call me Sunny. Or you can call me Sunny. You can call me Sunny Chuang. I'm very happy to be your tour guide today. We don't taxis for the kayaking or bamboo boat. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സീ ഫുഡാണ് ആക്ച്വലി ലഞ്ചായിട്ട് അവർ പറഞ്ഞത്. പക്ഷേ ഐമിന് സീ ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവന് സ്പെഷ്യലായിട്ട് ചിക്കൻ എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഫ്രഞ്ച് ഫ്രൈസ്, സ്പ്രിംഗ് റോൾ,
അതുകൊണ്ട് അയ്മന് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ക്യാമറ ഷൈ ആണ് അയ്മൻ, അതുകൊണ്ട് അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒരെണ്ണം ഇവിടെ ഹൈക്കിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ അവിടെ സ്വിമ്മിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഹൈക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സ്വിമ്മിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. Guys, say hi. അശ്വിൻ ഇങ്ങോട്ട് നോക്ക്. Smile please. പഠിച്ചെന്നെ നിങ്ങൾ ചെയ്യാൻ. Sunrise. Because the monkey is the first one discovered this cave, not the French people. I think the good name for this cave is the Oh My God cave, because it's very, very beautiful. And that one, stalactite. The water drop down from there day by day, year by year. First time you say zo. Louder. Zo. Second time zo. Last time whoop. Okay, please bring the camera. Hey, ba. ഹെലോങ്ങിൽ ഇറ്റ് വാസ് എ വെരി ലോങ് ഡേ. ഹോട്ടലിലേക്ക് തിരിച്ചെത്താൻ രാത്രി തന്നെ ആയി. വിയറ്റ്നാമിൽ വന്നിട്ട് കഴിക്കാൻ നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഗൈഡ് സണ്ണിയുടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഏതാണ്. മെറ്റ്സ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഹോട്ടൽ. ഞാൻ എല്ലാവർക്കും ജെന്യുവൻലി ഇത് റെക്കമെൻഡ് ചെയ്യും. ഞങ്ങൾ വിയറ്റ്നാമിൽ കഴിക്കണമെന്ന് വിചാരിച്ച എല്ലാ ഫുഡും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടിക്ക് ഓഫ് ചെയ്യാൻ പറ്റി. നമ്മൾ വിയറ്റ്നാമീസ് ഫുഡ് ആദ്യമായിട്ട് ട്രൈ ചെയ്യണോണ്ട് ദേ ആർ ഓൾസോ ഷോയിങ് അസ് ഹൗ ടു ഈറ്റ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ദേ വെർ വെരി കൈൻഡ് ഇനഫ് ടു ഡു ദാറ്റ് ഫോർ അസ്. Thank you. Sauce is up. Dip in the sauce. So with that one, there's a beef or pork one. You can also hold it. Yeah.